ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുന്ന ടൈമിൽ നമ്മളെ വീട്ടിൽ കറിയൊന്നും ഇല്ല, നമുക്ക് ചോറിനൂടെ കഴിക്കാൻ വേറെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. ഈ ഒരൊറ്റ കറി മതി കേട്ടോ ഒറ്റ പ്ലേറ്റ് ചോറ് കഴിക്കാൻ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് നമുക്കിതാ തക്കാളിയാണ് വേണ്ടത്. ഒരു 3 തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എത്ര ക്വാണ്ടിറ്റി കറിയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തക്കാളിയെല്ലാം ഒന്ന് നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും തന്നെ വെള്ളമോ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ തക്കാളി മാത്രം അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ കിട്ടേണ്ടത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാൻ എടുക്കാം. ചൂടായ പാനിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, അതിന് പകരം ഏത് ഓയിലായാലും നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതാ കുറച്ച് പെരുംജീരകം, അതായത് നമ്മുടെ വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വേറെ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കണ്ട. എന്നിട്ട് പെരുംജീരകം നല്ലതുപോലെ തന്നെ മൂത്ത് വന്നാൽ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. കറിവേപ്പില കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്ത, കൈവച്ച് ജസ്റ്റ് ഒന്നും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു പെരുംജീരകം കറിവേപ്പിലയും നല്ലതുപോലെ തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് പിന്നെ കുറവാണെന്ന് കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ജസ്റ്റ് തക്കാളിയുടെ ചെറുതായിട്ട് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. തിളവന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ ചിക്കൻ മസാലയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിൽ അത്രയും ചിക്കൻ മസാല കേട്ടോ. പിന്നീട് ഫ്ലേവർ കുറവാണെന്ന് കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, വേണമെങ്കിൽ മാത്രം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അഥവാ നിങ്ങളെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് പകരം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ, ആ ഗരം മസാലയുടെ പൊടി കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ വലിയ ജീരകം, അതായത് പെരുംജീരകം ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് എല്ലാ ഫ്ലേവറും കൂടെ വേണ്ടാന്ന് വെച്ചത്. അത് മാത്രമല്ല ചിക്കനിൽ ഉണ്ടല്ലോ, ചിക്കൻ മസാലയിലും ആ ഒരു ഗരം മസാലയുടെ ഫ്ലേവർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പ് ശകലം കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി എടുക്കുന്നുണ്ടേ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ തിള വന്ന് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മുടെ പ്രധാന ഹൈലൈറ്റായ മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കാൻ പോകുന്നത്. ഒരു 3 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത്. ആ ഒരു മഞ്ഞക്കറി പൊട്ടാതെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കണേ. ഇതുപോലെ 3 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. 3 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഇളക്കി ഒന്നും ചെയ്യേണ്ട കേട്ടോ. ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് അത്രേ വേണ്ടൂ. നമുക്ക് ഇതൊന്ന് ഒരു മൂടി കൊണ്ട് അടച്ച് വെക്കാം. ഒരു കറിയും വേണ്ട കേട്ടോ, ഈ ഒരൊറ്റ കറി മതി. നല്ല ചൂട് ചോറിനോടൊപ്പം കഴിക്കുക. ഈ ഒരൊറ്റ കറി മതി, പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റി, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഒരു കറിയും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ, ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് ചോറിനോടൊപ്പം നമുക്ക് വിളമ്പി കഴിക്കാം. അത് അവിടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതും കൂടെ കൂട്ടി കഴിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി ഇഷ്ടമാകും, ഞാൻ ഉറപ്പ് പറയുകയാണ്. നല്ല ടേസ്റ്റാണ്. ആ ഒരു ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. വേറെ ഒറ്റ കറിയും വേണ്ട, ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. ഈ ഒരു റെസിപ്പി കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളും അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളുമായിട്ടൊക്കെ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.